إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 62-ാമത്തെ ആയത്തിന്റെ 4 ക്ലാസുകൾ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഈ ആയത്തിന്റെ 5-ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈ ആയത്തിന്റെ അർത്ഥവും അതുപോലെ ഈ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ട വിശ്വസിച്ചിട്ടുള്ളവരും യഹൂദിയായവരും നസ്വാറാക്കളും അവർ ഏതു വിഭാഗക്കാരായിരുന്നു എന്ന് വളരെ വിശദമായി ഓരോന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു. ഇനി ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞ സ്വാബികൾ ആരാണ് എന്നാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത് എന്താ? വിശ്വസിച്ചവരോ യഹൂദമതം സ്വീകരിച്ചവരോ നസ്വാറാക്കളോ സ്വാബികളോ ആരാകട്ടെ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ട് എന്നാണ്. അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സ്വാബികൾ പൊതുവിൽ അവർ ആരാണ് എന്നും ഈ ആയത്തിൽ ആരെക്കുറിച്ചാണ് അള്ളാഹു ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് പറഞ്ഞത്, ഈ കാര്യം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സ്വാബികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷയിൽ മതം മാറിയവർ എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഈ അർത്ഥം പരിഗണിച്ചുകൊണ്ട് മക്കയിലെ ബഹുദൈവാരാധകരായ ആളുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് സ്വാബികളിൽപ്പെട്ടവരാണ് അവർ എന്ന് പറയാൻ കാരണം. എന്നാൽ സഹോദരങ്ങളെ, ഇവിടെ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച ഈ സ്വാബികൾ അവർ ആരാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ വീക്ഷണ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. ഈ സ്വാബികൾ അവർ പ്രത്യേക കർമാനുഷ്ഠാനങ്ങളോ നബിയോ വേദഗ്രന്ഥമോ ഇല്ലാത്ത എന്നാൽ ഏകദൈവ വിശ്വാസമുണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു അവരെന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അവർ മലക്കുകളെ ആരാധിക്കുകയും ഖിബ്ലയുടെ നേരെ ആരാധന നിർവഹിക്കുകയും സബൂർ വായിക്കുകയും ചെയ്തവരായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ അവർ വേദക്കാരിലെ ഒരു വിഭാഗമായിരുന്നു എന്നും അവർ ക്രിസ്ത്യാനികളിലെ മൃദുഭാഷികളിലും അതുപോലെ തന്നെ മൃദുഭാഷികളും തലമുണ്ടനം ചെയ്ത സഞ്ചാരികളുമായിരുന്നു എന്നും അതുപോലെ അവർ നക്ഷത്രത്തെ ആരാധിച്ചവരായിരുന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ വ്യത്യസ്ത പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. സ്വാബികൾ അവർ ഇറാഖിനോട് ബന്ധമുള്ള ഒരു ജനതയാണ് എന്നും അവർ എല്ലാ നബിമാരിലും വിശ്വസിക്കുകയും 5 നേരം നമസ്കരിക്കുകയും എല്ലാ വർഷവും 30 ദിവസം നോമ്പെടുക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞവരും പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. വാസ്തവത്തിൽ സ്വാബികളെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ക്രോഡീകരിച്ച് അവരെ സംബന്ധിച്ച് വ്യക്തമായ പഠനം നടത്തിയ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ അവർ പറഞ്ഞത് ഈ സ്വാബികൾ അവർ പ്രത്യേക മതമില്ലാത്ത ജൂതരിലും ക്രൈസ്തവരിലും മജൂസികളിലുമൊക്കെ ഉൾപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് എന്നാണ്. അവരിൽ മുമ്പ് യഹൂദ നസ്വാറാക്കളെ സൂചിപ്പിച്ച പോലെ ഈ കൂട്ടരിലും നല്ലവരും അതുപോലെ തന്നെ വഴിപിഴച്ചുപോയ പിഴച്ചവരായ ആളുകളും ഉണ്ടായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കി തരുന്നത്. ഇവിടെ ഈ ആയത്തിൽ, അതായത് സൂറത്തുൽ ബഖറയുടെ 62-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സ്വാബികൾ അവർ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പ്രബലമായ അഭിപ്രായമായി പറഞ്ഞത് അവർ ഹനീഫിയ്യത്ത് സ്വീകരിച്ചവരായിരുന്നു എന്നാണ്. അതായത് നേർവഴി സ്വീകരിച്ച ആളുകളായിരുന്നു അവർ എന്നാണ്. സാബീൻ എന്ന് പറഞ്ഞാൽ ഹുനഫാവുകളാണ് അഥവാ നേർവഴിയിലുള്ളവരാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും അതുപോലെ തന്നെ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെയും ആ ദീനിൽ മാറ്റം വരുത്തപ്പെടുന്നതിന് മുമ്പ് അത് സ്വീകരിച്ചവരാണ് ഹുനഫായ സ്വാബികൾ എന്ന് അതേ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. മുമ്പ് സൂചിപ്പിച്ച പോലെ പിഴച്ചുപോയ ബഹുദൈവാരാധകരായ ആളുകൾ, മലക്കുകളെ ആരാധിച്ചിരുന്ന പച്ചയായ ശിർക്ക് ചെയ്തിരുന്ന ആളുകൾ,
ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായി ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ സ്വാബീകൾ അവർ ഹുനഫാവുകളിൽപ്പെട്ട, അതായത് നേർവഴി സ്വീകരിച്ച സ്വാബീകളിൽപ്പെട്ട ആളുകളാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ഈ സ്വാബീകൾ അവർ രണ്ടു തരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ വിഭാഗമായ ആളുകൾ അവർ ഏകദൈവ ആരാധകരും ഹുനഫാവുകളുമായ സ്വാബീകളാണ്. രണ്ടാമത്തേത് അവർ ബഹുദൈവ ആരാധകരായ സ്വാബീകളാണ്. ഇവിടെ ഒന്നാമത് പറഞ്ഞ ഏകദൈവ ആരാധകരായ ഹുനഫാവുകളായ സ്വാബീകൾ അവർ യഹൂദികൾക്കും നസ്വാറാക്കൾക്കുമൊക്കെ മുമ്പുണ്ടായിരുന്ന ഹുനഫാവുകളുടെ ഇമാമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ മില്ലത്ത് അഥവാ ഹനീഫിയത്ത് പിന്തുടർന്നു പോന്ന ആ നിർമാർഗം സ്വീകരിച്ച ആളുകളാണ്. എന്നാൽ പിൽക്കാലത്ത് ഇവരെ പിന്തുടർന്ന ആളുകൾ അവർ ബഹുദൈവ വിശ്വാസം പുത്തനായി സ്വീകരിക്കുകയും ശിർക്കിന്റെ വക്താക്കളായി മാറുകയാണ് ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ കൂട്ടത്തിൽ നിന്നാണ് സഹോദരങ്ങളെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചുകൊണ്ടും ജൂതമതം സ്വീകരിച്ചുകൊണ്ടുമൊക്കെ സ്വാബീകളിൽപ്പെട്ട ആളുകളായി ഇവർ പിൽക്കാലത്ത് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ജൂത ക്രൈസ്തവർ അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങൾ തിരുത്തുകയും തേച്ചു വായിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് യഥാർത്ഥ ഇഞ്ചിയിലും തൗറാത്തിലും പഠിപ്പിച്ച ആ ഒരു സത്യവിശ്വാസം, ആ ശരിയായ വിശ്വാസം അത് പിന്തുടർന്നവരാണ് ഒന്നാമത് പറഞ്ഞ ഈ സ്വാബീകളെന്ന് പണ്ഡിതന്മാര് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. പൂർവ്വ സമുദായങ്ങളെക്കുറിച്ച് ഏറ്റവും നല്ല അറിവുള്ള താബീങ്ങളിൽപ്പെട്ട വലിയ പണ്ഡിതനാണ് ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ല. അദ്ദേഹത്തോട് ഈ സ്വാബീകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവർ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളുടെ നിയമങ്ങൾ ലഭിക്കാത്തവരും സത്യനിഷേധം പറയാത്തവരും അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചവരുമാണ് എന്നാണ് ഈ പണ്ഡിതൻ ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ല നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ അബ്ദുറഹ്മാൻ ബിൻ സയ്യിദ് റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ഇവർ ഈ സ്വാബീകൾ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്, എന്നാൽ അവർക്ക് നബിയോ കിതാബോ ഒന്നുമില്ലായിരുന്നു എന്നാണ്. അതായത് ഏതെങ്കിലും ഒരു നബിയിൽ നിന്ന് സ്വീകരിച്ച മതനിയമങ്ങൾ, അതായത് വ്യക്തമായി പഠിപ്പിക്കപ്പെട്ട ഒരു കർമാനുഷ്ഠാനങ്ങൾ അത് ലഭിക്കാത്ത ഒരു വിഭാഗമായിരുന്നു ഇവർ എന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയത്. എന്നാൽ അവരുടെ വിശ്വാസം ശരിയായിരുന്നു. അതുകൊണ്ടാണ് അവരെ അള്ളാഹു പ്രശംസിക്കുന്ന രൂപത്തിൽ ഈ 62-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് എടുത്തു പറഞ്ഞത്. വിശ്വസിച്ചവരോ യഹൂദമതം സ്വീകരിച്ചവരോ നസ്വാറാക്കളോ സ്വാബികളോ ആരാകട്ടെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ട്, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇതാണ് സഹോദരങ്ങളെ സ്വാബികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്യാവശ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഈ 62-ാമത്തെ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്ലാസ് കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഈ ആയത്തിന്റെ മൊത്തം വിവക്ഷയായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന ഏതാനും കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.